ഹലോ സ്റ്റുഡൻസ്, കളർ പെൻസിൽ എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് മലയാള അക്ഷരങ്ങൾ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ ലെറ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതേതാണ്? റാ. റാ എഴുതാൻ എല്ലാവർക്കും അറിയില്ലേ? അതേപോലെ ഇത് ന. രണ്ട് റാ ചേർത്ത് എഴുതുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് വായിക്കുന്നത്? ന. ഇതെന്താണ്? ത. റാ എഴുതി റായുടെ ഉള്ളിലൂടെ കയറി വേറൊരു റാ എഴുതുന്നത് തായാണ്. അടുത്തത് ര. റാ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറുമ്പോൾ അത് രായാകും. കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? ദ. റാ പകുതി എഴുതിയിട്ട് 3 എഴുതുമ്പോൾ ദായാകും. വ. വ എങ്ങനെ എഴുതുന്നത്? റാ എഴുതി ചെറിയൊരു വരയിട്ടിട്ട് മുകളിലേക്ക് ഒരു വലിയ ലൈൻ. ഇത് പ. പ എങ്ങനെ എഴുതുന്നത്? ഇത് ല. ല എഴുതാൻ എല്ലാവർക്കും അറിയില്ലേ? കുഞ്ഞുങ്ങൾക്കെല്ലാം എഴുതാൻ അറിയാം, വായിക്കാനും അറിയാം. പക്ഷെ നമുക്കിത് കൂട്ടി വായിക്കാനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇത് മ. 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 അപ്പോൾ എല്ലാ ലെറ്റേഴ്സും നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. കൂട്ടി വായിക്കാം. ലെറ്റേഴ്സ് എല്ലാം, ഈ അക്ഷരങ്ങളെല്ലാം കൂട്ടി എങ്ങനെ വായിക്കാം, മലയാളം എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. 2 പേര് വരുന്നുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. തായും തായും ലായും. തായും ലായും. ഇവർക്ക് ദൂരെ നിൽക്കുന്നത് ഇഷ്ടമല്ല. 2 പേരും അടുത്തടുത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ വേറെ പറയുന്നത് എങ്ങനെയാ? ഇവർ പിണങ്ങില്ലേ? അമ്മ ഭക്ഷണം കഴിക്കാനും കഥ പറയാനും ഒക്കെ നിങ്ങളുടെ ചേട്ടനെ അനിയനെയും അല്ലെങ്കിൽ ചേച്ചിയെ അനിയത്തിയും ഒക്കെ ഒന്നിച്ചല്ലേ വിളിക്കുക? ഒരാളെ മാത്രം വിളിച്ചാൽ നിങ്ങൾക്ക് വിഷമമാകില്ലേ? അതേപോലെ ഈ അക്ഷരങ്ങൾ അടുത്തടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് പറയണം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ ഇതെങ്ങനെയാണ് വായിക്കുന്നത്? തല. തല. തായെന്നും ലായെന്നും വേറെ പറയാൻ പാടില്ല. നമ്മൾ ഒന്നിച്ച് വായിക്കണം. തല. ഈ അക്ഷരങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളിതിനെ ഒന്നിച്ച് വായിക്കണം. അപ്പോഴാണ് ഇതൊരു വാക്കായിട്ട് മാറുന്നത്. തല. എന്താണ്? തല. അപ്പോൾ ലാ പോവുകയാണ്. ലാ പോവുക. ആര വരുന്ന നോക്കാം. ആര വന്ന് തായ്ക്ക് കൂടുന്ന? റാ. ഇപ്പം തായും റായും ഇപ്പോൾ ഒന്നിച്ച് വന്ന് നിന്നു. അപ്പോൾ നോക്ക്, നമ്മളിതിനെ എങ്ങനെ വായിക്കും? തറ. 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 എന്താ വായിക്കുന്നത്? തറ. നമ്മൾ ഇതിൻ്റെ ചിത്രം കൂടെ നോക്കണം. മാ. അടുത്ത ആര വന്ന്? താ പോയിട്ട് ആര് വന്നു? മാ വന്നു. മറ. പിന്നെ എങ്ങനെ വായിക്കുന്നത്? മറ. മായെന്നും റായെന്നും അല്ല വായിക്കണ്ടേ, മറ ഒന്നിച്ച് വായിക്കണം. ഇപ്പം മാ പോയി, റാ തന്നെയായി. ഇനി ആരാ റായ്ക്ക് കൂട്ടിന് വരുന്നേ? പാ. പാ. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിനെ വായിക്കുന്നത്? പറ. പറ. പറ കണ്ടിട്ടില്ലേ? പറ. ചിത്രം നോക്കണം നിങ്ങൾ. പാ എന്നും റാ എന്നും പറയരുത്. ഇതിനെ എങ്ങനെ പറയും? പറ. ഒന്നിച്ച് വായിക്കണം. പറ. ഇതിന് 3ാമതൊരു കൂട്ടുകാരൻ വന്നല്ലോ. അതാരാണ്? വാ. ഇപ്പം ഇതിനെ പാ റാ വാ അങ്ങനെ 3ആയിട്ട് വായിക്കാൻ പാടില്ല. നമ്മളെങ്ങനെ വായിക്കും? പറവ. ഒന്നിച്ചല്ലേ 3 പേര് നിൽക്കുന്നേ. അപ്പോൾ ഒരാളെയോ 2ആളെയോ വേറെ മാറി പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ വായിക്കുന്നത്? പറവ. 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 പറവ എന്ന് പറഞ്ഞാൽ പക്ഷി, പറന്നു പോകുന്ന പക്ഷി. പറവ. വായിക്ക് വേറെ ആരാ കൂട്ട് വന്നേ? രാ. രാ. വര. വര കണ്ടില്ലേ? വര. പിന്നെ എങ്ങനെ വായിക്കും? വര. 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 രാ പോയി, വാ തന്നെയായി. വായിക്കാതെ വാ ല. അപ്പോൾ ഒന്നിച്ച് വന്നപ്പം നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? വല.
വല. ഒന്നിച്ച് വായിക്കാം. വല. അപ്പം വാ പോയി, ലാ തന്നെയായി. ലായിക്കാരാ കൂട്ട് വരുന്നത്? ത. ത. ഇപ്പം എങ്ങനെയാണ് വായിക്കുന്നത്? ലത. കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ വായിക്കണം. വായിക്കുന്നുണ്ടോ? വെരി ഗുഡ്. ലത. അപ്പം ഇനി ആരാ പോന്നേ? താ പോയി. ലായിക്ക് കൂട്ടിന് ആരാ വന്നേ? മല. മല. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്ന്? വെരി ഗുഡ്. ഗുഡ് ചിൽഡ്രൻ. എൻ്റെ കൂടെ വായിക്കൂ. മല. 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 മലയുടെ ചിത്രം നോക്കണം. മായും പോയി, ലായും പോയി. ഇനി ആരോ 2 പേര് വരുന്നുണ്ടല്ലോ. ന. പായും നായും. പായും നായും. ഇനി എങ്ങനെ വായിക്കും? ഒന്നിച്ച് വന്ന് ചേർന്ന് എങ്ങനെ വായിക്കും? പന. പന. പന കണ്ടിട്ടില്ലേ നമ്മൾ? പനയുടെ ചിത്രം കൂടെ നോക്കിക്കോളുക. പന. പന. അപ്പം നാ അവിടെ നിന്നിട്ട് പാ പോയി. വേറെ ആരോ വരുന്നുണ്ട്. ര. നാ ര. നാ ര. നാ ര. ഒന്നിച്ച് ചേർന്നു. ഇനി എങ്ങനെ വായിക്കും? നര. ഒന്നിച്ചായാൽ പിന്നെ നാ ര അങ്ങനെ പറയരുത്. നര. കണ്ടോ? വേറെ വേറെ നിൽക്കുന്നത് നമ്മളിതിനെ നായെന്നും രായെന്നും പറയും. ഒന്നിച്ച് ചേർന്നാൽ നര. നീ എവിടെ ഇങ്ങനെ അക്ഷരങ്ങൾ ഒന്നിച്ച് നിങ്ങൾ കണ്ടാലും ഇതേപോലെ ചേർത്ത് വായിക്കണം. നര. ഞാൻ പഠിപ്പിച്ച എല്ലാ വേർഡ്സും കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചും എഴുതിയും പഠിക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ പുതിയ അക്ഷരങ്ങൾ പഠിപ്പിക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.